ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യ മാസം തൊട്ട് നടുവേദന, കാലുവേദന, കൈവേദന, ഇതിനൊക്കെ ആയുർവേദത്തിൽ പോം വഴികളുണ്ടോ? തീർച്ചയായിട്ടും പ്രഗ്നൻസി എന്നുള്ളത് ഒരു വലിയ യാത്രയാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ബേബിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അത് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഫിസിക്കൽ ഹെൽത്തിലാണ് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പൊതുവേ ഈ ഒരു പ്രഗ്നൻസി ടൈമിനെ 3 ട്രൈമസ്റ്റർ ആയിട്ട് നമ്മൾ തിരിക്കും. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ്. ഇപ്പോൾ വീണയൊക്കെ ഉള്ളത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയും. കാരണം അബോർഷൻ ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു ക്രിയേഷൻ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഭക്ഷണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിലുള്ള പാക്ക്ഡ് ഫുഡുകളും നമ്മൾ കഴിക്കാതെ കൂടുതലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് പറയുക. ഇപ്പം സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആണ്. ഫോർവേഡ് ബെൻഡിങ് ഒഴിച്ച് ബാക്കിയുള്ള എക്സസൈസുകൾ ചെയ്യാം. നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആവണം. മെൻ്റൽ ഹെൽത്ത് കുറച്ചുകൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. തേർഡ് ട്രൈമസ്റ്ററിൽ കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ന്യൂട്രീഷനാണ്. ഭക്ഷണത്തിൽ വേണ്ട ഫൈബർ ഉണ്ടാവണം, നല്ല ഫാറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ കൂടുതലായിരിക്കണം, കാർബ് ആവശ്യത്തിനേ എടുക്കാൻ പാടുള്ളൂ. പണ്ട് നമ്മളൊക്കെ കേട്ടൊരു സാധനമുണ്ട്, നീ ഒരാൾക്ക് ഭക്ഷണം കഴിച്ചാൽ പോരാ, നീ 2 പേർക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതൊക്കെ വളരെ തെറ്റായ കൺസെപ്റ്റാണ്. നമ്മൾ നോർമലി നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരം കൊടുത്താൽ അത് ശരീരത്തിനറിയാം ഹൗ ടു സെപ്പറേറ്റ് ആൻഡ് ഹൗ ടു ഗീവ് എന്നുള്ളത്.